ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുക്കിങ്ങും എക്സ്ട്രാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലൊന്നും പോകാനില്ല, വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണല്ലോ. ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് ക്രിസ്മസിൻ്റെ പിറ്റേന്നാണ് കേട്ടോ. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ എണീച്ചപാടെ തന്നെ കിച്ചണിലേക്കാണ് കയറിയത്. പിന്നെ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് കുറച്ച് ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാമെന്നൊക്കെ കരുതി ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഈ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാണ് കേട്ടോ. എന്നാൽ പകൽ ഈ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല കേട്ടോ. ഈ സന്ധ്യയോടെ എടുക്കുന്ന ടൈം തുടങ്ങി നേരം വെളുക്കണ വരെ ഇങ്ങനെ ഓരോ ക്ഷീണങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ചുമച്ച് ഒരു വടിയാവാണ് കേട്ടോ. പകൽ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഞാനിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്കൊരു ശാന്തസുന്ദരമായൊരു മോർണിംഗ് പ്രഭാതമൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. കാര്യം ഇവർക്ക് സ്കൂളിൽ പോകണ്ടെങ്കിലും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഞാൻ ഒരുമിച്ചിട്ട് അങ്ങോട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് അവർ സ്കൂളിൽ പോയില്ല എങ്കിലും ഇപ്പോൾ സാറ്റർഡേയും സൺഡേ ഒക്കെ ലീവ് ഉണ്ടാവുമല്ലോ, അപ്പോഴാണെങ്കിൽ പോലും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് പാക്കറ്റ് പാലാട്ടോ മേടിച്ച് വെച്ചത്. അപ്പോൾ അത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പാലിങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എടുത്ത് മാറ്റിയത്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഇടിയപ്പവും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഗ്രീൻ പീസൊക്കെ മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ എടുത്ത് നോക്കിയപ്പോൾ അതിങ്ങനെ ചെറിയ ചെള്ളൊക്കെ കയറണ പോലെ, അതായത് വല്ലാണ്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകില്ല. പിന്നെ പൊതുവെ ഇവിടെ കുട്ടികൾക്ക് ഗ്രീൻ പീസിനോടൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. ഈ പരിപ്പ് വർഗ്ഗങ്ങൾ, അതായത് കടല, ചെറുപയർ, ഗ്രീൻ പീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പൊതുവേ ഈ പയർ ഐറ്റംസ്, അതായത് കടല, ചെറുപയർ, ഗ്രീൻ പീസ് അതിനോടൊന്നും കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പൊതുവായിട്ട് അവർക്ക് എന്താണോ ഇഷ്ടമല്ലാത്തത് അത് അങ്ങോട്ട് ഉണ്ടാക്കും. എല്ലാം അങ്ങനെയല്ല കേട്ടോ. ഈ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലത് ഇതുപോലത്തെ പരിപ്പ് ഐറ്റംസ് ഒക്കെ ആണല്ലോ. അപ്പോൾ അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് അവർക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. കുറേച്ചൊക്കെ ആണെങ്കിലും അവരെ കഴിപ്പിക്കണം. അങ്ങനെ കഴിപ്പിച്ച് ഞാൻ അങ്ങനെയാണ് അവരെ മൊത്തത്തിൽ മാറ്റിയെടുക്കണത് കേട്ടോ. പണ്ടൊക്കെ ഈ കുട്ടികൾക്ക് ഈ കയ്പ്പുണ്ട് പാവയ്ക്കെന്നൊക്കെ പറഞ്ഞ് കഴിക്കാണ്ട് മാറ്റി വയ്ക്കും. പിന്നെ ആ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ പാവയ്ക്ക കഴിക്കാണ്ടിരിക്കണ്ടോ, അവർ ഇങ്ങനെ കഴിച്ച് ഇഷ്ടമല്ലെങ്കിലും മാറ്റി വയ്ക്കും, പിന്നെയും കഴിക്കും, മാറ്റി വയ്ക്കും. അങ്ങനെ കാണിച്ചാണ് അവർ വലുതാകുമ്പോൾ പിന്നെ അത് കഴിക്കുന്നത്. പക്ഷേ ആ വലുതാകുമ്പോൾ കഴിക്കുന്നത് അവർ മരണം വരെ കഴിക്കും. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മിക്ക ദിവസം എഗ്ഗ് കറി ആയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി എഗ്ഗ് കറി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ എന്നും ഈ എഗ്ഗ് കറിയും ഇടിയപ്പം തന്നെയാണോ എന്ന് നിങ്ങളും വിചാരിക്കൂലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി ഞാനിങ്ങനെ മാറ്റി പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പൊടി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് ആ പൊടിയെ പറ്റി തന്നെയാണ് കേട്ടോ. പൊടി ഭയങ്കര സൂപ്പർ പൊടിയാണ്. അതിൻ്റെ ബ്രാൻഡ് എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ, കാരണം അതിൻ്റെ കവറിങ്ങിൽ ബ്രാൻഡ് നെയിം കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് കുടുംബശ്രീയുടെ പ്രോഡക്റ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് വെച്ച് ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ്, അതുപോലെ തന്നെ നല്ല വൈറ്റ് പൊടിയാകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പല ബ്രാൻഡ്സും ഇങ്ങനെ മേടിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ട ബ്രാൻഡ് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. കടയിൽ പോകുമ്പോൾ കിട്ടുന്ന ബ്രാൻഡാണ് ഏതാണോ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും, അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്കുണ്ടല്ലോ ചില ബ്രാൻഡ്സൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ എത്രയൊക്കെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും ഉണ്ടല്ലോ ഭയങ്കര ഹാർഡായിരിക്കും. അതായത് നമ്മൾ ഈ സേവനാഴിയിലേക്കിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ വിട്ടു പോരില്ല. ചിലത് വിട്ടു പോരും, ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യും കേട്ടോ. കറക്കി എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ പലപ്പോഴും ഇങ്ങനെ പൊളച്ച് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ട് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പൊടി ഉണ്ടല്ലോ എന്നെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തി, ഭയങ്കര സോഫ്റ്റാണ്. ഇന്നത്തെ മാവാണെങ്കിലുണ്ടല്ലോ എനിക്ക് ഒരുപാട് കുഴച്ചെടുക്കേണ്ടി വന്നിട്ടില്ല. സാധാരണ ഞാൻ ഈ ടൈറ്റൊക്കെ ഫീൽ ചെയ്യുമ്പോഴല്ലോ ഇങ്ങനെ മാവ് ഒന്ന് എക്സ്ട്രാ ഇങ്ങനെ കുഴച്ച്, ഈ പത്തിരിക്കൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കില്ല, അതുപോലെ കുഴച്ചൊക്കെ എടുത്ത് സേവനാഴിയിൽ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്കുണ്ടല്ലോ ഇതിന് കുഴയ്ക്ക് പോലും ചെയ്യേണ്ട, ജസ്റ്റ് അതിങ്ങനെ മാവാക്കി വെച്ചത് ജസ്റ്റ് തോണ്ടി ആ സേവനാഴിയിൽ വയ്ക്കുക, പ്രസ് ചെയ്തെടുക്കുക, അത്രയും മാത്രം വന്നോളൂ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഗ്രീൻ പീസ് കറിക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാറില്ല, കാരണം അത് നമ്മൾ ഒരുപാട് കുറുകി വരുമല്ലോ. ഗ്രീൻ പീസ് വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കുറുകി വരും. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇന്ന് എന്താണോ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഗ്രീൻ പീസ് കറി വെക്കാം എൻ്റെതായ ഒരു സ്റ്റൈലിലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതേ ഇടിയപ്പമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് ഇങ്ങനെ മാറ്റിയിട്ടു. പിന്നെ അതിൻ്റെ കാസറോളിൻ്റെ അടപ്പ് തപ്പിയാണെന്നാണ്. അപ്പോഴേക്കും ഗ്രീൻ പീസൊക്കെ വെന്ത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ്, കടല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേവിക്കാൻ നേരത്തുണ്ടല്ലോ ഒത്തിരി വിസിലടുപ്പിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 8-9 വിസിലെങ്കിലും ഞാൻ മിനിമം അടുപ്പിച്ചിരിക്കും. ചെറുപയറിന് എനിക്ക് വലിയ വിസിലൊന്നും വേണ്ടി വരില്ല കേട്ടോ. അതിനൊരു 2 വിസിലൊക്കെ വന്നാൽ മതി. 2 വിസിലാകുമ്പോഴത്തേക്കും
ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും. ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഗ്രീൻ പീസ് ഈ വിട്ടിരിക്കുന്ന ആ ലെവലിൽ വേവൂലോ, അതായത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും, പക്ഷെ അത് ഗ്രീൻ പീസ് കറിയായിട്ട് കിടക്കുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ വിട്ട് കിടക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ലെവലിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ നല്ല വെന്ത് ഒരു കുഴഞ്ഞ പരിവായിട്ട് ഇരിക്കണം കേട്ടോ ഗ്രീൻ പീസ്. അപ്പോൾ ഞാൻ ആ ഗ്രീൻ പീസ് നുള്ള മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ കടലക്കറിക്കൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആ വേവിച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എക്സ്ട്രാ ഒഴിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി അങ്ങോട്ട് എടുത്തു. പൊതുവേ ഗ്രീൻ പീസിനൊന്നും തേങ്ങാപ്പാലിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഒന്നാമത് അത് നന്നായിട്ട് വേവിച്ചാൽ തന്നെ അത് നന്നായിട്ട് കുറുകി വരുമല്ലോ, അപ്പോൾ പിന്നെ എക്സ്ട്രാ തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരാറില്ല. പക്ഷേ ഇന്ന് എന്താണോ എനിക്കങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കാനായിട്ട് തോന്നിയത്, അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കണമല്ലോ, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടീ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന മസാല ടീ ആണ്. മസാല ടീനായിട്ട് ഞാൻ കറുകപ്പട്ട 2 ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കറുകപ്പട്ട എടുത്തിട്ട് അതൊന്ന് ഒടിച്ചിട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് പൊതുവായിട്ട് മസാല ടീ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ ഫ്ലേവറിലുള്ള ടീ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ഇതുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ലഞ്ചിനായിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു തോരനും അതിൻ്റെ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചാറ് കറിക്കായിട്ട് പരിപ്പും മുരിങ്ങയിലയും കൂടിയും കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. ഇത് പരിപ്പ് വെന്തിട്ട് മുരിങ്ങയില ഇട്ടിട്ട് ചുമ്മാ കടുകയിൽ ഉള്ളിയൊക്കെ ചതച്ച് ഇട്ട് അങ്ങനെ ഒന്ന് താളിച്ചെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു കറി വെക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഒരാൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ഇവർക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും കേട്ടോ. ചില സമയത്ത് രാവിലെ എണീച്ച് കഴിഞ്ഞൊക്കെ ഭക്ഷണമൊന്നും വേണ്ട, അവരിങ്ങനെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടത് 11 മണിക്കാണെങ്കിൽ 11 മണിക്ക് കഴിക്കും, അല്ലെങ്കിൽ 12 മണിക്കെങ്കിൽ 12 മണിക്ക് അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി എനിക്കുള്ളത് രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരുപാട് ക്ലീനിങ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എക്സ്ട്രാ പണി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും വരും, അതുപോലെ തന്നെ ക്ലീനിങ്ങും വരുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടാട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. അതായത് ഒരു ദിവസം ഇത്രയും പോർഷൻ വയ്ക്കും, പിന്നെ നെക്സ്റ്റ് ദിവസം അത്രയും പോർഷൻ, അങ്ങനെ ഓരോ ഡിവൈഡ് ചെയ്താണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രണ്ട് പോർഷൻ അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ, അതായത് നമ്മുടെ ഹാള്, സിറ്റ് ഔട്ട് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഞാൻ, അതുപോലെ തന്നെ കിച്ചൺ, മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കിച്ചൺ. അതൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അതായത് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ക്ലീൻ ആക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് അടിച്ച് കളയും, അതായത് മാറ്റൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിക്കളയും. പക്ഷേ ഇതുപോലെ മാറ്റൊക്കെ എടുത്ത് കുടയണതൊക്കെ റെയറായിട്ടുള്ള ദിവസങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡീപ്പായിട്ട് തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം മാറ്റൊക്കെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 4-5 മാസം കൂടുമ്പോഴാണ് കേട്ടോ മാറ്റൊക്കെ ഒന്ന് ഡീപ്പായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാറുള്ളത്. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ അതെടുത്ത് ജസ്റ്റ് വെയിലത്തിടും, എന്നിട്ട് വെയിലത്തു നിന്ന് എടുത്ത് അങ്ങോട്ട് ഇടും, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഇത് എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യുന്നതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമില്ല കേട്ടോ. പിന്നെ അവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ അതിൻ്റെയൊക്കെ അടിയിൽ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള മണ്ണൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നും ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ അവിടെയൊക്കെ അടിച്ച് നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഇങ്ങനെ കളഞ്ഞു. അതാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോഴല്ലോ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടുന്ന്, അതായത് ഈ മൂല ചേർത്തൊന്നും അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അങ്ങനെ പറ്റില്ല, ഈ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ ക്ലീനിങ് കൂടുതലായിരുന്നു ഇന്നത്തെ ദിവസം. എന്നിട്ട് പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി ഇങ്ങനെ തുടച്ചെടുക്കും. എനിക്കിവിടെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്ലീനിങ് ആണ് കേട്ടോ. കാരണം ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽ എന്നൊക്കെ പറയുന്നത് ഈ മാറ്റ് ഫിനിഷാണ്. മാറ്റ് ഫിനിഷ് ടൈലുണ്ടല്ലോ, എൻ്റെ പൊന്നുമക്കളെയും നിങ്ങൾ ആരും യൂസ് ചെയ്യരുത്. കാരണം അത് നമ്മളുണ്ടല്ലോ 2-3 ദിവസം ഒന്ന് ക്ലീൻ ചെയ്യാതെ ഇട്ട് നോക്കട്ടോ, പിന്നെ ഉണ്ടല്ലോ അത് പയ്യെ കരിമ്പൻ തല്ലും. നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കരിമ്പൻ തല്ലൂലേ, ആ കണക്കിന് ഇങ്ങനെ കരിമ്പൻ തല്ലിയ പോലെ വരും കേട്ടോ. പിന്നെ നമ്മളത് വല്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ വെച്ച് ഉരച്ചൊരച്ച് തേച്ച് വൃത്തിയാക്കണം. അങ്ങനെ ഇപ്പോൾ തേച്ചാലും ആ ടൈലിലൊക്കെ സ്ക്രാച്ചസ് ഒക്കെ വീഴും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിലുണ്ടോ നല്ല ഗ്ലോസി ടൈപ്പ് ടൈലൊക്കെ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഈ ഗ്രാനൈറ്റ് ആണെങ്കിലും ഭൂലോക ഫ്ലോപ്പാണ് കേട്ടോ. കാരണം അത് ലെപ്പോത്തറ ഗ്രാനൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇതാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വിടവുണ്ട്, ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പൊടിയൊക്കെ കയറിയിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ ക്ലീനാക്കി ഇരിക്കാനാട്ടോ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ പോളിഷ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ പോളിഷ് ചെയ്യണ പരിപാടിയില്ല, ആ ഇടും, പിന്നെ മൊത്തം പോളിഷ് എൻ്റെ കയ്യിലാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്ത് ക്ലീനിങ്ങിൻ്റെ ഒരു രക്തസാക്ഷി എന്ന് പറയാം കേട്ടോ, ആ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ മാറ്റ് ഫിനിഷൊക്കെ മേടിച്ച് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര കഠിനാധ്വാനമായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിലും മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടുണ്ടല്ലോ നന്നായിട്ട് തന്നെ കരിമൻ തല്ലിയ പോലെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയ്ക്കുള്ളിൽ എത്രമാത്രം ക്ലിയറോടുകൂടി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതൊക്കെ അത്യാവശ്യമൊക്കെ ക്ലീനാക്കി എടുക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര
പോലെയാണ് ഉള്ളത്. അത് യൂസ് ചെയ്യുന്നവർക്കറിയാം അത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക, അതിന് വേണ്ടിയിട്ട് കൂടി പറയുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ലിവിങ് ഏരിയയാണ് ഇന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ കുറച്ച് പോർഷൻ വെച്ചാണ് ഞാൻ ക്ലീൻ ആക്കാറുള്ളത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആകപ്പാടെ പെട്ടുപോകും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് കൊട്ടിക്കുടഞ്ഞേച്ച് നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ നേരം വെളുത്ത പാടെ തന്നെ ഈ വിൻഡോസൊക്കെ അങ്ങോട്ട് തുറന്നു. എനിക്ക് രാവിലെ വിൻഡോയൊക്കെ ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ എന്തോ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യണ പോലെയാണ് കേട്ടോ. ഏതാണ്ട് ഈ ബാധ കയറണ പോലെയൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ അതിപ്പോൾ കിച്ചണിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ഞാൻ ഇങ്ങനെ വിൻഡോയൊക്കെ ഓപ്പൺ ആക്കി ഇടും കേട്ടോ. അത് നേരം സന്ധ്യയോടെ എടുക്കുന്ന സമയം വരെ ഞാനിങ്ങനെ ഓപ്പൺ ആക്കി ഇടും. അപ്പോൾ നല്ല ഫ്രഷ് എയറൊക്കെ അകത്തേക്ക് കയറും. പിന്നെ അതേ മൊത്തത്തിൽ സെറ്റിയൊക്കെ വലിച്ചേച്ച് അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് തന്നെ പൊടി ഉണ്ട് കേട്ടോ. പൊടി മാത്രമല്ല ഈ മാറാല ഒത്തിരി എട്ടുകാലിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഞാനിവിടെ എട്ടുകാലീനെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ എട്ടുകാലി ഭയങ്കര ഒരു എട്ടുകാലി, അതിൻ്റെ അടിയിലുണ്ടല്ലോ വലിയൊരു മുട്ട പോലെ ഇങ്ങനെ വെളുത്ത ഒരു സാധനം ഇങ്ങനെ പൊന്തിയിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ആ എട്ടുകാലീനെ ഉണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി. അപ്പം ഞാനങ്ങ് തട്ടിയപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മേത്തുനിന്ന് കുറേ കുഞ്ഞു കുഞ്ഞു എട്ടുകാലികൾ, അതുണ്ടല്ലോ ഒരു 10-100 ഉണ്ടല്ലോ, അതിൽ കൂടുതലുണ്ടാവും മക്കളെ. ആ കുഞ്ഞു സാധനത്തിൽ നിന്ന് എത്രയോ എട്ടുകാലികളായിരുന്നു. എന്നിട്ട് ഞാനുണ്ടല്ലോ ആ കുഞ്ഞു എട്ടുകാലീനെ കൊല്ലാനായിട്ട് നോക്കിയിട്ട് എൻ്റെ പൊന്നെ നടക്കല്ല. നമ്മൾ ഒരു വശത്തുനിന്ന് അടിച്ച് കൂട്ടുമ്പോഴുണ്ടല്ലോ മറുവശത്തെ കൂടെ അതുങ്ങൾ ഓടി, കുറേ എണ്ണങ്ങൾ ഓടി രക്ഷപ്പെടും. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനന്ന് നെട്ടിത്തരിച്ചു പോയ ദിവസമായിരുന്നു കേട്ടോ. കാരണം ഒരു നിസാര ജീവിയാണല്ലോ, ഒരു ഇൻസെക്റ്റ് ആണല്ലോ ഈ എട്ടുകാലി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇത്രയും കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 10-200 കുഞ്ഞുങ്ങളുണ്ടാവും. അത് ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്നുള്ള കുഞ്ഞുങ്ങൾ. അതുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സ്പീഡ് കേട്ടോ. നമ്മൾ ഓടിയാലൊന്നും നിൽക്കില്ല, അത്രയ്ക്ക് സ്പീഡ്. അപ്പം അതിനെ നമ്മൾ ഇങ്ങനെ അടിച്ച് ഒരു സ്ഥലത്തേക്ക് ആക്കുമ്പോഴത്തേക്കും അപ്പുറത്തുനിന്നുള്ളത് അങ്ങോട്ട് ഓടിയിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടക്കുമായിരുന്നു വീടിൻ്റെ അകത്ത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എട്ടുകാലി ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഒരെണ്ണത്തെ കണ്ടാലും അതിനെ അപ്പം തന്നെ നശിപ്പിച്ചോളാം. എട്ടുകാലി ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഈ പാറ്റ പോലെയല്ല ഈ എട്ടുകാലിക്ക് ഒരു 10-200 കുഞ്ഞെങ്കിലും ഉണ്ടാവും. അത് അതിൻ്റെ ബോഡിക്കകത്ത് അതിനൊരു പ്രത്യേക ആവരണമുണ്ട്, ഒരു വൈറ്റ് ആവരണം. അതിൻ്റെ അകത്ത് ഇങ്ങനെ സേഫായിട്ട് ഇരിക്കും. അതിനെ ഒന്ന് തല്ലുമ്പോഴായിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ചാടി പോരുന്നത് അതിൻ്റെ ബോഡിയിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അന്ന് ഡയറക്റ്റ് കണ്ടു എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു എട്ടുകാലിക്ക് 10-200 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ഞാനിങ്ങനെ കണ്ടത്. പിന്നെ ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിൽ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളാണ്. അപ്പോൾ അത് മാസത്തിൽ ഇങ്ങനെ വരും, ആളുകൾ വരും, കുടുംബശ്രീയുടെ ആൾക്കാർ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ മുകളിലാണ് എടുത്ത് വെക്കുന്നത്, താഴെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതേ അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റോൺസ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ മാറാല പിടിച്ചില്ലെങ്കിൽ എവിടെ നിന്നൊക്കെയോ പൊടി കയറുന്നുണ്ട്. നമുക്കറിയില്ല ഈ പൊടി എവിടെ നിന്നാണ് കയറുന്നത്. ഏറ്റവും കൂടുതൽ പൊടികളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ വീട്ടിലെ മിറർ, അതുപോലെ വിൻഡോയുടെ ചില്ല്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ തീരെ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ പൊടികളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ക്ലീനായിട്ട് കിടക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ലിവിങ് സ്പേസ് തുടങ്ങി ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുവരാം കേട്ടോ. അതിൻ്റെ അടുത്ത് ഞാൻ ഒരു കോമ്പൗണ്ട പോലെ തീർത്തിട്ട് ഈ പേപ്പർ, അതുപോലെ തന്നെ കുട്ടികൾ കഴിച്ച സ്വീറ്റ്സിൻ്റെ ഒക്കെ കവറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ കുട്ടികളൊക്കെ സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവറുകളൊക്കെ ഉണ്ടല്ലോ വേസ്റ്റ് ബിന്നിൽ ഇടില്ല, അത് ഈ സെറ്റിയുടെ അടിയിൽ മാറ്റിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കും. പിന്നെ ഞാൻ കാണുന്നത് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസമായിരിക്കും കേട്ടോ. ഇവിടെ എനിക്ക് ഡീപ്പ് ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞാലുണ്ടല്ലോ 8ൻ്റെ പണി ഡേ എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ രണ്ടാമതൊരു കോമ്പൗണ്ടും കൂടി കിച്ചണിൽ അങ്ങോട്ട് തീർത്തിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് വാരി എടുത്തു കേട്ടോ. എന്നിട്ട് താഴത്തെ കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി എനിക്ക് തുടയ്ക്കാനും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 12:30-1 മണിയോടൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതൊക്കെ പോയി ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.